നമസ്കാരം. ന്യൂസ് വൺ മിഡിൽ ഈസ്റ്റിൽ ആദ്യം പ്രധാന വാർത്തകൾ. ഇറാനും വൻ ശക്തി രാജ്യങ്ങളും തമ്മിലുള്ള ആണവ നിരായുധീകരണ ചർച്ചകൾ മസ്കറ്റിൽ തുടങ്ങി. US സ്റ്റേറ്റ് സെക്രട്ടറി ജോൺ കെറി, ഇറാൻ വിദേശകാര്യമന്ത്രി ജവാദ് സാരിഫ്, യൂറോപ്യൻ യൂണിയൻ പ്രതിനിധി കാതറിൻ ആഷ്ടൺ എന്നിവർ ചർച്ചയിൽ പങ്കെടുക്കുന്നു. ചർച്ച നടക്കുന്നത് ആണവ നിരായുധീകരണ കരാർ യാഥാർത്ഥ്യമാക്കാനുള്ള സമയപരിധി അവസാനിക്കാനിരിക്കെ. ചർച്ചയുടെ അടുത്ത ഘട്ടം വിയന്നയിൽ. കുവൈറ്റ് അമീറിന്റെ ത്രിരാഷ്ട്ര സന്ദർശനം പൂർത്തിയായി. സന്ദർശനം ഗൾഫ് ഐക്യത്തിന് കരുത്തു പകർന്നതായി വിലയിരുത്തൽ. ഭീകരതയ്ക്കെതിരെ ഒറ്റക്കെട്ടായി നിൽക്കാനും തീരുമാനമായതായി സൂചന. MP രാഘവൻ ഇനി ജ്വലിക്കുന്ന ഓർമ്മ. കരുത്തുറ്റ ജനനേതാവിന് രാഷ്ട്രീയ കേരളത്തിന്റെ അന്ത്യാഞ്ജലി. സംസ്കാരം നാളെ പയ്യാമ്പലത്ത്. മൺമറഞ്ഞത് രാഷ്ട്രീയത്തിലെ അതികായനെന്ന് നേതാക്കൾ. സൗദിയിൽ തൊഴിൽ പരിശോധന ശക്തമായി തുടരുന്നു. കഴിഞ്ഞ ഒരാഴ്ചയ്ക്കകം മദീനയിൽ മാത്രം പിടിയിലായത് ആയിരക്കണക്കിന് വിദേശികൾ. വാർത്തകളിലേക്ക് വിശദമായി. ആണവ നിരായുധീകരണം സംബന്ധിച്ച് വൻ ശക്തി രാജ്യങ്ങളും ഇറാനും തമ്മിലുള്ള ചർച്ചയ്ക്ക് മസ്കറ്റിൽ തുടക്കമായി. US സ്റ്റേറ്റ് സെക്രട്ടറി ജോൺ കെറി, ഇറാൻ വിദേശകാര്യമന്ത്രി ജവാദ് സാരിഫ്, യൂറോപ്യൻ യൂണിയൻ പ്രതിനിധി കാതറിൻ ആഷ്ടൺ എന്നിവർ തമ്മിലാണ് ചർച്ച പുരോഗമിക്കുന്നത്. ഇറാന്റെ ആണവ പദ്ധതികൾ വെട്ടിക്കുറക്കാനും പകരം ഇറാനുമേൽ ചുമത്തിയ ഉപരോധങ്ങൾ പിൻവലിക്കാൻ ലക്ഷ്യമിട്ട് കരാർ ഒപ്പിടുകയാണ് ചർച്ചയുടെ ഉദ്ദേശം. കരാർ യാഥാർത്ഥ്യമാക്കാൻ സ്വമേധയാ നിശ്ചയിച്ച സമയപരിധി ഈ മാസം 24-ന് അവസാനിക്കാനിരിക്കെയാണ് മസ്കത്തിലെ കൂടിക്കാഴ്ച. ജോൺ കെറി, ജവാദ് സാരിഫ്, കാതറിൻ ആഷ്ടൺ എന്നിവർക്ക് പുറമെ ഒമാൻ വിദേശകാര്യമന്ത്രി കൂടിക്കാഴ്ചയിൽ പങ്കെടുക്കുന്നുണ്ട്. തർക്ക വിഷയങ്ങളിൽ രമ്യതയിലെത്താൻ ഇരുപക്ഷത്തിനും കഴിഞ്ഞിട്ടില്ലെന്നാണ് ഇതുവരെയുള്ള റിപ്പോർട്ടുകൾ. ഇറാന്റെ യുറേനിയം സമ്പുഷ്ടീകരണത്തിന്റെ തോത്, കരാറിന്റെ കാലപരിധി, ഉപരോധം എന്ന് പിൻവലിക്കും തുടങ്ങിയ സുപ്രധാന വിഷയങ്ങളിലെല്ലാം കടുത്ത അഭിപ്രായ വ്യത്യാസം തുടരുകയാണ്. എങ്കിലും നവംബർ 24-ന് മുമ്പ് ധാരണ രൂപപ്പെടുമെന്നാണ് ജോൺ കെറി ഉൾപ്പെടെയുള്ളവർ പ്രത്യാശ പ്രകടിപ്പിച്ചത്. ഉപരോധം കൊണ്ട് പാശ്ചാത്യ രാജ്യങ്ങൾക്ക് ഒരു നേട്ടവും ഇതുവരെ ഉണ്ടായിട്ടില്ല. പരസ്പരം ബഹുമാനിക്കുകയും സഹകരിക്കുകയും ചെയ്യുന്ന കരാറാണ് ഉണ്ടാകേണ്ടത്. പരിഹാരം ഉണ്ടാകണമെന്ന് വൻശക്തി രാജ്യങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ മാസം 24-ന് മുമ്പ് പരിഹാരം ഉണ്ടാകുമെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി പറഞ്ഞു. ചർച്ച നാളെയും തുടരുമെന്നാണ് അറിയുന്നത്. ചർച്ചയുടെ അടുത്ത ഘട്ടം വിയന്നയിൽ നടക്കും. ഷിനോദ് ഷംസുദ്ദീൻ, മീഡിയ വൺ, മസ്കത്ത്. വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി മിഡിൽ ഈസ്റ്റ് ബ്യൂറോ ചീഫ് MCA നാസർ ചേരുന്നു. നാസർ, തർക്ക വിഷയങ്ങളിൽ രമ്യതയിലെത്താൻ ഇരുപക്ഷത്തിനും ഇനിയും കഴിഞ്ഞിട്ടില്ലെന്നാണ് ഇതുവരെയുള്ള റിപ്പോർട്ടുകൾ. അങ്ങനെ തന്നെയാണോ? സൈഫുദ്ദീൻ, തീർച്ചയായിട്ടും കൃത്യമായിട്ടുള്ള ഒരു പരിഹാര മാർഗം ഇനിയും ഉരുത്തിരിഞ്ഞിട്ടില്ല എന്ന കാര്യം വ്യക്തമാണ്. കാരണം ഇന്ന് ജോൺ കെറി ആയാലും അതോടൊപ്പം തന്നെ ഇറാന്റെ വിദേശകാര്യ മന്ത്രി ആയാലും മാധ്യമപ്രവർത്തകരോട് പോലും പരോക്ഷമായിട്ടാണെങ്കിലും അവർ സൂചിപ്പിക്കുന്നത് കടുത്ത നിലപാടിൽ നിന്ന് ഇരുകൂട്ടരും പിറകോട്ട് പോകാത്തിടത്തോളം വ്യക്തമായിട്ടുള്ള ഒരു പരിഹാര ഫോർമുല ഈ മാസം 24-ന് മുമ്പ് ഉരുത്തിരിയുകയില്ല എന്ന് തന്നെയാണ്. അതേസമയം സൈഫുദ്ദീൻ, ഇവിടെ ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയ ഒരു പ്രത്യേക സാഹചര്യം എന്നത് അമേരിക്ക ഉൾപ്പെടെയുള്ള വൻശക്തി രാജ്യങ്ങൾ ഒരു ഭാഗത്തും ഇറാൻ മറുഭാഗത്തും നിൽക്കുമ്പോൾ ഇരു കൂട്ടർക്കും അനുകൂലമായി അല്ലെങ്കിൽ ഏതെങ്കിലും അർത്ഥത്തിൽ ഈ കരാർ നടപ്പാക്കുന്ന ഒരു സാഹചര്യം വേണം എന്ന ഒരു സമ്മർദ്ദം ഇരു കൂട്ടർക്കും മുകളിലും ഉണ്ട്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും അർത്ഥത്തിൽ ഒരു വിട്ടുവീഴ്ചയുടെയോ ഉദാരമായിട്ടുള്ള ഒരു നിലപാടിന്റെയോ അടിസ്ഥാനത്തിൽ കുറെ കൂടി ഒരു വ്യക്തത വരികയും വിയന്ന സമ്മേളനത്തോടുകൂടി ഇക്കാര്യത്തിൽ ഏതാണ്ട് 24-ന് മുമ്പ് തന്നെ വ്യക്തമായിട്ടുള്ള ഒരു തീർപ്പിൽ എത്താൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഇവിടെ ഏറ്റവും ശ്രദ്ധിക്കപ്പെടേണ്ട വസ്തുത സൈഫുദ്ദീൻ, കാരണം ഇറാനെ സംബന്ധിച്ചിടത്തോളം ആഗോളതലത്തിൽ എണ്ണ വിപണിയിൽ വലിയ തോതിൽ വിലയിടിവുണ്ടായ ഒരു സാഹചര്യത്തിൽ അതിന്റെ ഏറ്റവും വലിയ പ്രത്യാഘാതം അനുഭവിക്കുന്ന മേഖലയിലെ രാഷ്ട്രം എന്ന നിലക്ക് ഇറാനാണ്. പൊതുവെ തന്നെ ഈ സാമ്പത്തിക ഉപരോധം കൊണ്ട് വലയുന്ന ഇറാൻ സമ്പദ്ഘടനയ്ക്ക് ഈ എണ്ണ വില തകർച്ച കൂടുതൽ വലിയ ആവൽക്കരമായിട്ടുള്ള ഒരു അവസ്ഥയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇറാനെ സംബന്ധിച്ചിടത്തോളം ഈ ഉപരോധം പിൻവലിക്കപ്പെടുകയും കയറ്റിറക്കുമതി മറ്റ് രാജ്യങ്ങളുമായിട്ടുള്ളത് നേരത്തെയുള്ള അവസ്ഥയിലേക്ക് വരികയും ചെയ്യുകയാണെങ്കിൽ സമ്പദ്ഘടന മെച്ചപ്പെടുന്ന സാഹചര്യം ഉണ്ടാവും. അമേരിക്ക ഉൾപ്പെടെയുള്ള വൻശക്തി രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ IS വിരുദ്ധ ആക്രമണം നടക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ ഇറാന്റെ പ്രത്യക്ഷമോ പരോക്ഷമോ ആയ പിന്തുണയില്ലാതെ സിറിയയിലും അതോടൊപ്പം തന്നെ ഇറാഖിലും ഈ യുദ്ധം ജയിക്കുക എളുപ്പമല്ല എന്ന വിലയിരുത്തലാണ് ഒബാമ ഉൾപ്പെടെയുള്ള പടിഞ്ഞാറൻ ഭരണകൂടങ്ങൾ എത്തി നിൽക്കുന്നത്. ഈ രണ്ട് സമ്മർദ്ദങ്ങൾ, രണ്ട് കൂട്ടർക്കും മുകളിലുള്ള ഈ സമ്മർദ്ദങ്ങളെ തുടർന്ന് എനിക്ക് തോന്നുന്നത് ഈ ഒമാനിൽ തന്നെ വിയന്നയ്ക്ക് മുമ്പായി തന്നെ ചില ധാരണകളിൽ എത്തിപ്പെടാൻ ഇരു കൂട്ടരും നിർബന്ധിതമാകുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട് എന്ന് തന്നെയാണ് സൈഫുദ്ദീൻ. നാസർ, യൂറോപ്യൻ യൂണിയൻ പ്രതിനിധി കാതറിൻ ആഷ്ടണും ഇപ്പോൾ നടക്കുന്ന ചർച്ചകളിൽ പങ്കെടുക്കുന്നുണ്ട്. യൂറോപ്യൻ യൂണിയന്റെ ഈ വിഷയത്തിലെ ചർച്ചകളിലെ പങ്കെന്താണ്, അവരുടെ നിലപാടെന്താണ്?
സൈഫുദ്ദീൻ ഖത്തറിൽ വളരെ സജീവമായി തന്നെ പങ്കെടുക്കുന്നുവെന്ന് മാത്രമല്ല, യൂറോപ്യൻ രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ നേരത്തെയുള്ള ഒരു കടും നിലപാടുകൾ ഉണ്ടായിരുന്നു. വളരെ കടുത്ത നിലപാടുകളായിരുന്നു ഇറാന്റെ കാര്യത്തിൽ തുടക്കത്തിൽ അവർ സ്വീകരിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ വലിയ തോതിലുള്ള ഇളവുകൾ ഇറാൻ നൽകാത്തിടത്തോളം ഒരു വ്യക്തമായിട്ടുള്ള ഒരു കരാറിലേക്ക് എത്തേണ്ടതില്ല എന്ന ഒരു നിലപാടായിരുന്നു അവർ കൈക്കൊണ്ടിരുന്നത്. പക്ഷേ സമീപകാലത്തായി അതിൽ മാറ്റം വരികയും പല യൂറോപ്യൻ രാജ്യങ്ങളും ഇറാന് അനുകൂലമായിട്ടുള്ള ചെറിയ തോതിലുള്ള ഒരു അഡ്ജസ്റ്റ്മെന്റിലൂടെ തന്നെ അല്ലെങ്കിൽ ഒരു ഉദാരമായിട്ടുള്ള നിലപാടിലൂടെ തന്നെ ഇറാന്റെ ആണവ പദ്ധതിയിൽ നിന്ന് ചില ഒരു വിട്ടുവീഴ്ചകൾ ഇറാൻ ചെയ്യുകയാണെങ്കിൽ അവരുമായിട്ട് ഈ ഉപരോധം അവർക്ക് മേൽ ഏർപ്പെടുത്തിയിരിക്കുന്ന ഉപരോധത്തിൽ ഇളവ് വരുത്തണമെന്ന നിലപാടാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് യൂറോപ്യൻ യൂണിയനെ പോലെ തന്നെ ഏറ്റവും പ്രധാനമാണ് ഗൾഫ് മേഖലയിലെ രാഷ്ട്രങ്ങളെ സംബന്ധിച്ചിടത്തോളം. നേരത്തെ ഇന്നും ഇറാനുമായിട്ട് വലിയ തോതിൽ തന്നെ അകൽച്ച നിലനിർത്താൻ ആഗ്രഹിക്കുന്ന സൗദി ഉൾപ്പെടെയുള്ള ഭരണകൂടങ്ങൾ ഈ മേഖലയിൽ ഉണ്ട് എങ്കിൽ പോലും ഒമാനെ സംബന്ധിച്ചിടത്തോളം ഈ കരാർ യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി അവർ വലിയ തോതിൽ തന്നെ അത്യുദ്ധാനം ചെയ്യുന്നുണ്ട്. ഒരുപക്ഷെ ഇറാനും യൂറോപ്യൻ യൂണിയൻ നാസറാണ് വിവരങ്ങൾ നൽകിയത്. ആണവ നിരായുധീകരണം സംബന്ധിച്ച് വൻ ശക്തി രാജ്യങ്ങളും ഇറാനും തമ്മിലുള്ള ചർച്ചകൾക്ക് ഒമാനിലെ മസ്കറ്റിൽ തുടക്കമായി. മറ്റു വാർത്തകളിലേക്ക്. കുവൈത്ത് അമീർ ഷെയ്ഖ് സൊബാഹ് അൽ അഹമ്മദ് അൽ ജാബിർ അൽ സൊബാഹ് വെള്ളിയാഴ്ച നടത്തിയ ത്രിരാഷ്ട്ര സന്ദർശനം ഗൾഫ് ഐക്യത്തിന് കരുത്തു പകർന്നതായി വിലയിരുത്തൽ. വെള്ളിയാഴ്ചയാണ് അമീർ GCC അംഗരാജ്യങ്ങളായ ഖത്തർ, ബഹ്റൈൻ, UAE എന്നീ രാജ്യങ്ങളിൽ സൗഹൃദ സന്ദർശനം നടത്തിയത്. ഔദ്യോഗിക സ്ഥിരീകരണമില്ലെങ്കിലും അടുത്ത വർഷം ഖത്തറിൽ നടക്കാനിരിക്കുന്ന ലോക ഹാൻഡ്ബോൾ ചാമ്പ്യൻഷിപ്പിൽ നിന്ന് UAEയും ബഹ്റൈനും പിന്മാറിയതാണ് കുവൈത്ത് അമീറിന്റെ സൗഹൃദ സന്ദർശനത്തിന് നിമിത്തമായതെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഖത്തറും മറ്റ് GCC രാജ്യങ്ങളും തമ്മിലുണ്ടായ പിണക്കം മാറ്റാൻ കുവൈത്ത് അമീർ നടത്തിയ പരിശ്രമങ്ങൾ നേരത്തെ ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. വെള്ളിയാഴ്ച അമീർ നടത്തിയ സന്ദർശന പരമ്പരയിൽ ആദ്യം കണ്ടത് UAE വൈസ് പ്രസിഡന്റും ദുബൈ ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം, അബുദാബി കിരീടാവകാശി ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ എന്നിവരെയായിരുന്നു. അബുദാബിയിലെ സന്ദർശനം കഴിഞ്ഞ് വൈകുന്നേരത്തോടെ ദോഹയിലെത്തി ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽ താനിയുമായി അമീർ ചർച്ച നടത്തി. ഹമദ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നടന്ന കൂടിക്കാഴ്ചയിൽ ഖത്തർ പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായ ഷെയ്ഖ് അബ്ദുള്ള ബിൻ നാസർ ബിൻ ഖലീഫ ആൽ താനി, കുവൈത്ത് വിദേശകാര്യമന്ത്രി ഷെയ്ഖ് സബാഹ് ഖാലിദ് അൽ അഹമ്മദ് അൽ സബാഹ്, GCC സെക്രട്ടറി ജനറൽ ഡോക്ടർ അബ്ദുൽ ലത്തീഫ് റാഷിദ് അൽ സയാനി എന്നിവരും പങ്കെടുത്തു. രാത്രിയോടെ മനാമയിലെത്തിയ ഷെയ്ഖ് സബാഹ് ബഹ്റൈൻ രാജാവുമായും ചർച്ചകൾ നടത്തി. വിദേശകാര്യമന്ത്രി ഷെയ്ഖ് സബാൽ ഖാലിദ് അൽ സബാഹിനൊപ്പം ഭരണകൂടത്തിലെ ഉന്നതരും അമീറിനെ അനുഗമിച്ചിരുന്നു. അടുത്തുതന്നെ ദോഹയിൽ GCC വിദേശകാര്യമന്ത്രിമാരുടെ സമ്മേളനം നടക്കാനിരിക്കെ അമീറിന്റെ സൗഹൃദ സന്ദർശനത്തെ ഏറെ പ്രാധാന്യത്തോടെയാണ് നിരീക്ഷക ലോകം നോക്കിക്കാണുന്നത്. മീഡിയ വൺ, കുവൈറ്റ് സിറ്റി. ഈ വാർത്തയിൽ പ്രതികരിക്കാനായി അന്താരാഷ്ട്ര നിരീക്ഷകൻ അബ്ദുൾ റസാഖ് പെരിങ്ങാടി ടെലിഫോൺ ലൈനിൽ ചേരുന്നു. ശ്രീ അബ്ദുൾ റസാഖ് പെരിങ്ങാടി, GCC അംഗരാജ്യങ്ങൾക്കിടയിൽ ഐക്യം ഊട്ടിയുറപ്പിക്കുക എന്ന് തന്നെയായിരുന്നു കുവൈത്ത് അമീറിൻ്റെ സന്ദർശനത്തിൻ്റെ ലക്ഷ്യം. ഇത് എത്രത്തോളം സാധ്യമായി എന്ന വിവരങ്ങളാണ് ഇപ്പോൾ ലഭ്യമാകുന്നത്? കുവൈത്ത് അമീറിന്റെ സന്ദർശനത്തിന് ബഹുമുഖമായ ലക്ഷ്യങ്ങളുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കിയത്. അതിൽ പ്രധാനം തീർച്ചയായും GCC രാഷ്ട്രങ്ങൾക്കിടയിൽ കഴിഞ്ഞ മാർച്ച് മാസം സൗദി അറേബ്യയും ബഹ്റൈനും UAEയും ഖത്തറിന്റെ അംബാസഡർ തിരിച്ചു വിളിച്ചത് മുതലുള്ള ഒരു പ്രശ്നം GCC രാജ്യങ്ങൾക്കും ഖത്തറിനും ഇടയിൽ ഉണ്ടായിട്ടുണ്ട്. അതിലെ ഗൾഫ് വിടവ് നികത്തുവാൻ വേണ്ടി നേരത്തെ തന്നെ കുവൈത്ത് ഒരുപാട് ശ്രമങ്ങൾ നടത്തിയിരുന്നു. അതിന്റെ ഭാഗമായി റിയാദിൽ കഴിഞ്ഞ ഒക്ടോബർ 29 കുവൈത്ത് അമീർ നേരത്തെ കിങ് അബ്ദുള്ളയുമായി സന്ധിച്ചിരുന്നു. അതിന് ആഗസ്റ്റിൽ GCC മന്ത്രിമാരുടെ വിദേശകാര്യമന്ത്രിമാരുടെ സമ്മേളനം ജിദ്ദയിൽ വെച്ച് കൂടിയിരുന്നു. പക്ഷേ ഇതിൽക്കിടയിലെ പ്രധാനപ്പെട്ട വിടവ് ഖത്തറിന്റെ ഇഖ്വാൻ അനുകൂല സമീപനം, അൽ ജസീറ ചാനൽ, ഈ പ്രശ്നത്തിൽ ഖത്തർ അല്പം GCC എഗ്രിമെന്റ്, റിയാദ് എഗ്രിമെന്റ് എന്ന് പറയപ്പെടുന്ന എഗ്രിമെന്റിനനുസരിച്ച് ഖത്തർ ഇതര രാജ്യങ്ങളുടെ ആഭ്യന്തര കാര്യങ്ങൾ ഇടപെടരുത് എന്നൊരാവശ്യമുണ്ട്. കുവൈത്ത് ഇതിനൊരു മിഡിൽ വേലാണ്, അതായത് മധ്യമ നിലപാടാണ് കുവൈത്തിനുള്ളത്. കുവൈത്തിലും ഈ ഇഖ്വാൻ വളരെ ശക്തമാണ്. കുവൈത്തിന് അതിന്റെ ആഭ്യന്തരമായ കാര്യങ്ങളെ അഫക്ട് ചെയ്യാൻ പറ്റില്ല. അതേപോലെ ഖത്തറിനെയും സൗദി അറേബ്യയെയും UAEയെയും യോജിപ്പിക്കേണ്ടതിൽ ആവശ്യകതയുണ്ട്. അടുത്ത ഡിസംബറിൽ GCC സമ്മേളനം നടക്കാൻ പോവുകയാണ്. അത് ഖത്തറിൽ വെച്ച് ദോഹയിൽ വെച്ചാണ് നടക്കുന്നത്. അതിനിടയിൽ ഇതിൽക്കിടയിൽ ഒരു മഞ്ഞുരുക്കം ഉണ്ടാകുക എന്നത് അനിവാര്യമാണ്. മഞ്ഞുരുക്കത്തിന്റെ ഭാഗമായിട്ട് ഖത്തർ ഇതിനെ ഇടക്കാലത്ത് ഈജിപ്തിലെ ഇഖ്വാൻ നേതാക്കളെ, ബ്രദർഹുഡ് നേതാക്കളെ ഖത്തറിൽ നിന്ന് പുറത്താക്കുന്നു എന്ന് ഒരു വാർത്ത ഉണ്ടായിരുന്നു. പക്ഷേ പൂർണ്ണമായും ആ വാർത്ത ശരിയുമായിരുന്നില്ല. അതിൽ നിന്ന് സൗദി അറേബ്യക്കും UAEക്കും ഇപ്പോഴും അതിർത്തിയുള്ളതായിട്ടാണ് അറിയുന്നത്. ഖത്തറിനാണെങ്കിൽ കുറച്ചുകൂടി ബ്രദർഹുഡിനോട് സോഫ്റ്റായ മൃദുവായ സമീപനവുമാണുള്ളത്.
ഈ ബ്രദർഹുഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ വിടവ് സൗദി അറേബ്യക്കും ഖത്തറിനും ഇടയിലുള്ള വിടവ്, അല്ലെങ്കിൽ UAE-ക്കും ഖത്തറിനും ഇടയിലുള്ള വിടവ്, ബഹ്റൈനും ഖത്തറിനും ഇടയിലുള്ള വിടവ്, അത് നികത്തപ്പെടാതെ കിടക്കുകയാണ്. അതിനിടയിൽ ഒരു ബ്രിഡ്ജ് ചെയ്യുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് കുവൈത്ത് അമീർ ഈ 3 രാജ്യങ്ങൾ ഇപ്പോൾ ബഹ്റൈനും UAE-യും ഖത്തറും സന്ദർശിച്ചതിന് മുമ്പ് അദ്ദേഹം റിയാദിൽ ഒക്ടോബർ 29 സൗദി അറേബ്യയും സന്ദർശിച്ചു. ഇതേ ആവശ്യം ലക്ഷ്യമിട്ട് അതോടൊപ്പം മറ്റൊരു പ്രശ്നം സൗദി അറേബ്യക്കും കുവൈത്തിനും ഇടയിൽ ഇപ്പോൾ ഇടത്തിൽ വരുന്നുണ്ട്. ഒന്ന് കഫ്തിയിലെ ഓയിൽ ജോയിന്റ് ഓപ്പറേഷൻ നിർത്തിവെച്ചിരിക്കുകയാണ്. മറ്റൊന്ന് ബഹ്റൈനിലുള്ള എണ്ണ ഉൽപാദനം കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് സൗദിയുടെ ഭാഗത്തുള്ള സമ്മർദ്ദമുണ്ട്. ഇത് കുവൈത്തിന്റെ സാമ്പത്തിക ഘടനയിൽ വലിയൊരു മാറ്റം, ഓയിൽ പ്രൈസ് കുറയുന്നു, ഓയിലിന്റെ ഉൽപാദനവും കുറയുന്നു എന്നൊരു പ്രശ്നം കുവൈത്ത് അഭിമുഖീകരിക്കുന്നുണ്ട്. ഇത് സൗദിയും കുവൈത്തും തമ്മിലുള്ള ഒരു ചെറിയൊരു പ്രശ്നമാണെങ്കിലും, സൗഹൃദ രാജ്യങ്ങൾക്കുള്ള പ്രശ്നമാണെങ്കിലും, അതും കുവൈത്തിന്റെ സമ്പദ്ഘടനയെ ഭീഷണിപ്പെടുത്തുന്ന ഒരു വിഷയം തന്നെയാണ്. അതിനും ഈ ദോഹ സമ്മിറ്റിന് മുമ്പേ തന്നെ സൗദിയുമായി ഒരു ധാരണയിലെത്തുന്നതിന് വേണ്ടി കുവൈത്ത് ശ്രമിക്കുന്നുണ്ട്. ഇതാണ് ഈ ഇപ്പോഴത്തെ സന്ദർശനത്തിന്റെ ഈ ഒക്ടോബർ 29 മുതലേ തുടർച്ചയായി നടക്കുന്ന സന്ദർശനമാണ്. യഥാർത്ഥത്തിൽ ഇതൊരു ഒറ്റപ്പെട്ട സന്ദർശനമല്ല. ഒക്ടോബർ 29 ഒരു സന്ദർശനം നടത്തിയിരുന്നു റിയാദിൽ. അതിന് മുമ്പ് ആഗസ്റ്റിൽ GCC വിദേശകാര്യമന്ത്രിമാരുടെ സമ്മേളനം തന്നെ ജിദ്ദയിൽ വെച്ച് നടന്നിരുന്നു. അതിന്റെ തുടർച്ചയായിട്ട് ഇപ്പോൾ കുവൈത്താണ് ഇപ്പോൾ GCCയുടെ ലീഡർഷിപ്പ്, റൊട്ടേറ്റിംഗ് ആയിട്ടുള്ള ലീഡർഷിപ്പ്. വളരെയധികം നന്ദി ശ്രീ അബ്ദുൾ റസാഖ് പെരിങ്ങാടി ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന്. കുവൈത്ത് അമീറിന്റെ ത്രിരാഷ്ട്ര സന്ദർശനം പൂർത്തിയായി. സന്ദർശനം ഗൾഫ് ഐക്യത്തിന് കരുത്തു പകർന്നതായാണ് വിലയിരുത്തൽ. സൗദിയിൽ തൊഴിൽ പരിശോധന ശക്തമായി തുടരുന്നു. മദീനയിൽ 1000-ലധികം പേരാണ് കഴിഞ്ഞ ഒരാഴ്ചയ്ക്കകം പിടിയിലായത്. സൗദി തൊഴിൽ ആഭ്യന്തര മന്ത്രാലയങ്ങൾ സംയുക്തമായി നടത്തുന്ന തൊഴിൽ പരിശോധനയിൽ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി ആയിരക്കണക്കിന് വിദേശി തൊഴിലാളികൾ പിടിയിലായി. മദീനയിൽ കഴിഞ്ഞ ഒരാഴ്ചക്കകം 1002 പേർ ഇക്കാമ തൊഴിൽ നിയമത്തിൽ പിടിയിലായതായി മന്ത്രാലയ വൃത്തങ്ങൾ വ്യക്തമാക്കി. മദീനയിലെ വിവിധ വില്ലേജുകളിൽ നിന്നും സമീപ പ്രദേശങ്ങളിൽ നിന്നുമാണ് ഇത്രയും പേർ പിടിയിലായത്. അതേസമയം കഴിഞ്ഞ 15 ദിവസത്തിനകം അൽക്കസി മേഖലയിൽ നിന്ന് 2189 പേർ പിടിയിലായതായി മേഖലയിലെ സുരക്ഷാ വക്താവ് പറഞ്ഞു. ഹിജ്റ പുതുവർഷം ആരംഭിച്ചതിനുശേഷം ആഭ്യന്തര മന്ത്രാലയം മേഖലയിലെ വിവിധ പ്രദേശങ്ങളിൽ നടത്തിയ പരിശോധനയിലാണ് 2000-ലധികം പേർ പിടിയിലായത്. സൗദിയുടെ തെക്കൻ അതിർത്തി മേഖലയായ അസീറിൽ കഴിഞ്ഞ ഹിജ്റ വർഷത്തിൽ 63,626 പേർ പിടിയിലായിട്ടുണ്ടെന്നാണ് കണക്ക്. മേഖലയിലെ സുരക്ഷാ വക്താവ് അബ്ദുള്ള ഷഹ്സാനിയാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. യമൻ അതിർത്തി മേഖലയായ അസീറിൽ നിന്ന് നുഴഞ്ഞുകയറ്റക്കാർക്ക് യാത്രാ സൗകര്യങ്ങൾ ചെയ്ത 155 പേരും പിടിയിലായിട്ടുണ്ട്. മീഡിയ 1 റിയാദ്. പൊതുഗതാഗത മേഖല കാര്യക്ഷമമാക്കാതെ മറ്റു അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിൽ അർത്ഥമില്ലെന്ന് കുവൈറ്റ് പബ്ലിക് ട്രാൻസ്പോർട്ട് കമ്പനി എക്സിക്യൂട്ടീവ് ഡയറക്ടർ അബ്ദുള്ള അൽ സാലെ അഭിപ്രായപ്പെട്ടു. കുവൈറ്റിൽ പൊതുഗതാഗത സംവിധാനം ഉപയോഗപ്പെടുത്തുന്നത് ജനസംഖ്യയുടെ 8% മാത്രമാണെന്നും KPTC മേധാവി പറഞ്ഞു. കുവൈത്തിൽ രാജ്യത്തിന്റെ ഏതാണ്ടെല്ലാ ഭാഗത്തേക്കും ബസ് സർവീസ് ഉണ്ടെങ്കിലും മൊത്തം ജനസംഖ്യയുടെ 8% മാത്രമാണ് നിലവിൽ ഈ സംവിധാനം ഉപയോഗപ്പെടുത്തുന്നത്. സ്വകാര്യ വാഹനങ്ങൾ കൂടുതലായി നിരത്തിലിറക്കാതെ പബ്ലിക് ട്രാൻസ്പോർട്ട് സേവനം പ്രയോജനപ്പെടുത്തിയാൽ രാജ്യത്തെ ഗതാഗതക്കുരുക്ക് വലിയൊരളവിൽ പരിഹരിക്കാൻ സാധിക്കുമെന്ന് KPTC എക്സിക്യൂട്ടീവ് ഡയറക്ടർ പറഞ്ഞു. വിദ്യാലയങ്ങളും ആശുപത്രികളും കച്ചവട സ്ഥാപനങ്ങളുമൊക്കെ സ്ഥാപിക്കപ്പെടുന്നത് രാജ്യപുരോഗതിക്ക് ആവശ്യമാണെങ്കിലും അതിനനുസരിച്ച് പൊതുഗതാഗത മേഖലയും ശക്തിപ്പെടേണ്ടത് അനിവാര്യമാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഗതാഗത രംഗം ശക്തിപ്പെടുത്താൻ നടപടികൾ ആരംഭിച്ചതായി പറഞ്ഞ അബ്ദുള്ള അൽ സാലെ പ്രതിവർഷം 4% വളർച്ച ലക്ഷ്യമിട്ടാണ് പ്രവർത്തനമെന്നും കൂട്ടിച്ചേർത്തു. ബസ് സർവീസുകൾ ജനകീയമാക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളാണ് KPTC ആസൂത്രണം ചെയ്യുന്നത്. സർക്കാർ നിയന്ത്രണത്തിലുള്ള KPTC, സ്വകാര്യ കമ്പനികളായ സിറ്റി ബസ്, KGL എന്നിവയാണ് രാജ്യത്ത് പൊതുഗതാഗത രംഗത്തുള്ളത്. വ്യത്യസ്ത നഗരങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ടുള്ള മെട്രോ റെയിൽ പദ്ധതി കൂടി യാഥാർത്ഥ്യമാകുന്നതോടെ പൊതുഗതാഗത മേഖല ശക്തിപ്പെടുമെന്ന കണക്കുകൂട്ടലിലാണ് അധികൃതർ. മീഡിയ 1